ഇന്തോനേഷ്യയിൽ വൻ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. ഫ്ലോറസ് ദ്വീപിനടുത്താണ് ഭൂചലനമുണ്ടായത്. സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 6.1 തീവ്രതയിലുള്ള അതിശക്തമായ തുടർചലനങ്ങളുമുണ്ടായി. ദൃശ്യം കാണാം. ആതിര ജെയിൻ ചേരുന്നു. ആതിര, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. തീവ്രത കൂടിയ തരത്തിൽ തന്നെയാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ഈ ആളപായവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നു? ഈ സുനാമി മുന്നറിയിപ്പ് പോലും എങ്ങനെയാണ്? അതിന്റെ വിവരങ്ങൾ കൂടി. മോർണിംഗ് റോഷ്നി, ശ്രുതി. നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലിയ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമില്ല. കാരണം അതിലേക്കുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. അതിശക്തമായ ഭൂകമ്പം തന്നെയാണ് ഉണ്ടായത്. 7.7 തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സുനാമി മുന്നറിയിപ്പ് നൽകിയത്. വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫ്ലോറസ് ദ്വീപാണ് ഇതിലെ പ്രഭവ കേന്ദ്രം. അതിനുശേഷം അതിശക്തമായ തുടർചലനങ്ങളും ഉണ്ടായി. 3 തുടർചലനങ്ങൾ ഉണ്ടായതായാണ് രേഖപ്പെടുത്തുന്നത്. 5.9 തുടങ്ങി 6.1 വരെ റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ബീച്ചിലേക്ക് ആളുകൾ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നദീതീരങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. സമീപ നഗരങ്ങളിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. പുറത്തുവരുന്ന ദൃശ്യങ്ങൾ പ്രകാരം ചില നാശനഷ്ടങ്ങൾ, കെട്ടിടങ്ങളൊക്കെ തകർന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷേ അതിന്റെ തീവ്രത എത്രത്തോളമാണെന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. പക്ഷേ ഒരു സുനാമി മുന്നറിയിപ്പ് നൽകി ആളുകളോട് അതീവ ജാഗ്രത തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കുകയും കെട്ടിടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. നല്ലൊരു രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ശരി, ആതിര ജെയിനാണ് വിവരങ്ങൾ നൽകിയത്.